ഈ പൈപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പെൻ എടുത്തിട്ട് പൈപ്പ് ലൈനർ എടുത്തിട്ട് ഇങ്ങനെ ഒരു 6-7 ചുറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അമുക്കി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എക്സസ് വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്നും കൂടെ ട്വിസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ ഉണ്ടാക്കിയത് അതിൻ്റെ പെറ്റൽസാണ്, ഫ്ലവറിൻ്റെ. അതിൻ്റെ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പെറ്റൽസ് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി അതിൻ്റെ സെൻട്രൽ പോർഷനാണ് അടുത്ത് ചെയ്യുന്നത്. ഒരു നമുക്കിഷ്ടപ്പെട്ട കളർ എടുത്തിട്ട് അതിൻ്റെ സെൻട്രലിൽ കൂടെ ജസ്റ്റ് ഒന്ന് കയറ്റിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെക്യൂർ ആകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മുട്ട് പോലെ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കുക. അതൊന്ന് സെറ്റാക്കിയിട്ടൊന്ന് വലിച്ച് ഇതാക്കി അതിൻ്റെ എക്സസ് വരുന്ന ഭാഗമൊക്കെ ഒന്ന് ചുറ്റി സെക്യൂറാക്കി വെച്ചാൽ നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. ഈ ഒരു കളർ കോമ്പിനേഷൻ വെച്ചിട്ട് എടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെ ഞാൻ ഇതുപോലെ കുറേ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമുക്കൊരു ബൊക്കയും പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതുകൊണ്ട് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ ഒരു ഫ്ലവർ.